നമ്മൾ കരുളായി നെടുക്കയം ചോല നായ്ക്കരുടെ സ്കൾപ്ചറായിട്ടൊക്കെ ഇത് ഡോസൻ ടോംബൊക്കെ ഉണ്ട്. കൂപ്പിലിപ്പോൾ 60 വർഷമായ മരങ്ങളുടെ കട്ടിങ് നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ നിലമ്പൂർ ട്രിപ്പ് 2ാമത്തെ എപ്പിസോഡായിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നത് കേട്ടോ. നമ്മൾ തേക്ക് മ്യൂസിയം കണ്ടു, അതിൻ്റെ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ആ ലിങ്ക് കമൻറ്റിലിട്ടേക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഗൂഗിൾ മാപ്പിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, അവിടേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. അവിടെ നമ്മൾ നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനുള്ളൊരു പരിപാടിയായിട്ട്. ഈ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി പറഞ്ഞാൽ ഏകദേശം ഒരു 200 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൊരു ഏരിയ ആണ്, ശരിക്കും ഒരു കാട് തന്നെ. അപ്പോൾ അവിടെ മൊത്തത്തിൽ നമുക്ക് എൻട്രി ഒന്നും ഉണ്ടാവില്ല, കാടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്താൽ ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു യാത്രയൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പെർമിറ്റഡ് ആണ്. നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലേക്കൊരു യാത്ര, പിന്നെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആനപ്പന്തി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുറേ തേക്ക് മരത്തിന് കൂപ്പൊക്കെയാണ്, അപ്പം അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഡോസൻ ടോംബ്, ഒരു പഴയ ബ്രിട്ടീഷ് സായിപ്പ്, ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്, മുപ്പര് ഒരു ശവകുടീരുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ. പിന്നെ ഒരു ആനപ്പന്തി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം പണ്ട് കാലത്ത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ശരിക്കൊരു കാടിലേക്ക് ഒരു എൻട്രി, ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ഇവിടെ ഒരു തണുത്ത കാലാവസ്ഥയൊക്കെയാണ്. ശരിക്കും ഇവിടെ ഈ ഒരു സമയത്താണ് വരേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയ ഒരു ഫെബ്രുവരി, ഒരു ഡിസംബർ ഫെബ്രുവരി സമയമില്ലേ, തണുപ്പുള്ള സമയം. അല്ലാണ്ട് വേനൽക്കാലത്തൊക്കെ വന്നാലും ഇവിടെ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് കടച്ചിടാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഈ എന്താ പറയുക, കാട്ടുതീൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കും, ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നല്ല തണുപ്പ്, നല്ലൊരു അന്തരീക്ഷമാണ് ഫെബ്രുവരി ഡിസംബർ ആ മാസങ്ങളിൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടോ. അവിടെ എന്തോന്ന് ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടി അവിടേക്ക് മുന്നോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വണ്ടി കയറി 2 കിലോമീറ്റർ ഉള്ളിലേക്ക് നമുക്ക് പോകാനുണ്ട്. നടന്നു വേണേൽ ഇപ്പോൾ, പക്ഷേ വണ്ടിക്ക് അവിടെ വരെ പെർമിഷൻ ഉണ്ട്. ഇതാണ് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ, ഒരു ജീപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നെടുങ്കയം റെയിൻ ഫോറസ്റ്റുകളിലേക്ക് യാത്ര ചെയ്യാം കേട്ടോ. ഇത് ഞാൻ അധികം വീഡിയോ കട്ട് ചെയ്യുന്നില്ല, നമുക്കൊരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ശരിക്കും ഇത് തേക്കിൻ്റെ പ്ലാന്റേഷൻസ് ആട്ടോ. അപ്പം ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു തേക്ക് ഇങ്ങനെ 2 മീറ്റർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ച് പോകും പോലെ, എന്നിട്ട് 60 വർഷം കഴിഞ്ഞാലാണ് പ്ലാന്റേഷൻ മൊത്തത്തിൽ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഇടക്കട്ട് എന്തോ ഒരു പേര് പറഞ്ഞു, ഇടമുറി എന്തോ പറഞ്ഞത്, മൂപ്പാവുന്ന ഒരു 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം, അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് എന്നിട്ട് ഗ്യാപ്പ് കൂടി വരികയും ചെയ്യും. 60 വർഷമാകുമ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് റീപ്ലാന്റിങ്. അങ്ങനെ ഉള്ളിലേക്ക് ഇതൊന്നും നല്ല പ്ലാന്റേഷൻ, ഉള്ളിലേക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക്, അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഉണ്ടാവുന്ന സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ, ഞാൻ അധികം കട്ട് ചെയ്യാത്തതാണ്. ഒരു കാടിൻ്റെ കാഴ്ചകൾ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അധികം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാത്തത് കേട്ടോ. കുറച്ച് നമുക്ക് കാണാം. കുറച്ച് മുന്നോട്ട് കൂടെ എത്തുമ്പോൾ നമ്മൾ തേക്ക് കട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നല്ല ഒക്കെ കൂപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കാം.
അപ്പോൾ നമുക്ക് ഇവിടെ വരെ നമുക്ക് വണ്ടിക്ക് പെർമിഷൻ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് നടക്കാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത്, ഇതൊക്കെ തേക്കിൻ്റെ കാടുകൾ തന്നെയാണ് കേട്ടോ. നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്, മഴക്കാടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, മലയാളത്തിൽ പറയുന്നത്. ഇത് കൂപ്പിന്ന് വരുന്ന വണ്ടിയാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അവിടെ ചോദിച്ചിരുന്നൊരു ഓഫീസർ ഉണ്ടായിരുന്നു, അവിടെ കൂപ്പിൽ പണി നടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഒന്നുമില്ല, അതുകൊണ്ട് കുറേ ഉള്ളോട്ട് കിലോമീറ്റേഴ്സ് പോകണ്ടോ. ഇപ്പം നെടുങ്കയം ആ ഫോറസ്റ്റ് ഓഫീസ് റേഞ്ചിലാണ് നമ്മളുള്ളത്. ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വരാം. കുറേ തേക്കും അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കാഴ്ചകൾ കാണാമല്ലോ. ഒക്കെ കണ്ടോളൂ. ഇവിടുന്ന് ഒരു പാലമുണ്ട്, കരിമ്പുഴയ്ക്ക് ക്രോസ് ചെയ്യുന്നൊരു പാലം. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് നമുക്ക് എൻട്രി ഉണ്ട്, പക്ഷെ അങ്ങോട്ട് വാഹനങ്ങൾക്കൊന്നും എൻട്രി ഇല്ല. അപ്പോൾ അങ്ങോട്ട് നടന്ന് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി വരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻട്രി തന്നെ ഒരു സ്കൾപ്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ചോല നായ്ക്കർ എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ, അതായത് ഇപ്പോഴും വേട്ടയാടി ജീവിക്കുന്ന ഒരു ആദിവാസി സമൂഹം, ഇപ്പോഴും അതായത് ഏഷ്യയിൽ തന്നെ ആകെ ഈ ഒരു ഫാമിലിയിലെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ എന്നാണ് പറയുന്നത്. കല്ല് ഗുഹകളിലൊക്കെ താമസിച്ചിട്ട് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കൾപ്ചർ തന്നെ അവരുടെ ഒരു പഴയ മൂപ്പനായ മാത്തൻ്റെ ഭാര്യയായ കരിക്ക, അവരുടെ സ്കൾപ്ചറാണ് ഉണ്ടാക്കി വെച്ചത്. പക്ഷേ 2005 റിപ്പബ്ലിക് പരേഡിലൊക്കെ പങ്കെടുത്ത ആളാണ് മാത്തൻ എന്ന് പറയുന്നത്. പക്ഷേ 2022 മറ്റൊരു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്രയോ ഉള്ളിലാണ് അവരൊക്കെ ഹാബിറ്റാറ്റ് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അവരൊരു സംരക്ഷണ കേന്ദ്രം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കുറേ ആദിവാസി സമൂഹം, ഒരു 10-200 കിലോമീറ്ററോളം സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു ഏരിയ ആണ് ഇത്. നമ്മൾ കാണുമ്പോൾ ചെറുതല്ലത്. അപ്പോൾ നമുക്ക് ആ റിവർ ഒന്ന് ക്രോസ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും മഴക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വരുന്ന പുഴകളൊക്കെ ആയിരിക്കില്ലേ, മലവെള്ളമൊക്കെ വരുന്നത്. ഇപ്പോൾ ഒക്കെ നല്ല ശാന്തമായ, അവിടെ ആൾക്കാരൊന്നും ഇറങ്ങരുതെന്നൊക്കെ പ്രത്യേകം എല്ലാവരോടും അവരിങ്ങനെ പറയുന്നുണ്ട്, ആൾക്കാരൊന്നും അങ്ങോട്ട് ഇറങ്ങരുത് നോക്കി. അപ്പോൾ ശരിക്കും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വന്നാൽ നമ്മൾ അവിടെയുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റീസൊക്കെ പറയുന്നത് വളരെയധികം അനുസരിക്കണം. കാരണം അവർക്ക് അറിയുള്ളൂ അവിടുത്തെ അപകടങ്ങളും മറ്റും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ അടിപൊളി കേട്ടോ. ഇവിടെ എന്താ വെച്ചാൽ ആ ഒരു തണുത്തൊരു അന്തരീക്ഷത്തിൽ കൂടി മുന്നോട്ട്. പിന്നെ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, നമ്മളെ ആനപ്പന്തി. അത് ചിലപ്പോൾ ഇപ്പോഴൊന്നും വർക്കിംഗ് ആയിരിക്കില്ല, കാരണം ആനയൊന്നും ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ ഒക്കെ ട്രാക്ടറൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. ഞാനവിടെ ഉപയോഗിക്കേണ്ടോ അറിയില്ല. ഞാനവിടെ ട്രാക്ടർ കൊണ്ട് മരമൊക്കെ പിടിച്ചിരുന്ന് കണ്ടിരുന്നു. ആനപ്പന്തിയിലെ ബോർഡൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരു ബോർഡ് എന്താണ്, ഡോസൺ ടോംബ്. അതായത് ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് ഡോസൺ. അപ്പോൾ മൂപ്പരെ ശവകുടീരം അവിടെ ഉണ്ട്, ഡോസൺ ടോംബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഒരു കാണും. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ നോ എൻട്രി. ഇങ്ങോട്ട് വലിയ ലോറി, ഫോറസ്റ്റിൻ്റെ വണ്ടി ലോറി മാത്രം പോകുന്നുണ്ട്. കൂപ്പൊക്കെ ആയിരിക്കുമല്ലോ. ഇതാണ് ES ഡോസൺ, ഫോറസ്റ്റ് ഓഫീസർ, ബ്രിട്ടീഷ് കാലത്തുള്ള ഫോറസ്റ്റ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഡോസൺ ടോംബ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കൂപ്പിന്ന് കൊണ്ടുവന്നില്ല തേക്കും തടികൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞില്ല ഈ ആന എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോൾ പണ്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആനകളൊക്കെ ആയിരിക്കും ഈ ഒരു പണിയൊക്കെ ചെയ്യും. ഇപ്പോൾ അത് ചെറിയ ചെറിയ ട്രാക്ടേഴ്സൊക്കെ ആയി മാറി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. അബദ്ധമല്ല, നമുക്കൊരു മിസ് പറ്റി. അതായത് നമ്മളെ ഡ്രൈവർ പറഞ്ഞു ഇതിൽ ആന പാസ് ചെയ്ത്, കാട്ടാന പാസ് ചെയ്ത് റോഡ് വഴി ഒന്ന് ക്രോസ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല. നമ്മൾ അപ്പുറത്തായി പോയി, ഡോസൺ ടോമിൻ്റെ ഭാഗത്തായി പോയി. അങ്ങനെ മൃഗങ്ങളൊക്കെ ഉള്ളൊരു കാട് തന്നെയാണ്. അവർ പറഞ്ഞിരുന്നു ആനകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് നിർഭാഗ്യം ഒരു മൃഗത്തിനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. സിംഹവാലം കുരക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നുണ്ട്. നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. നമ്മളൊരു ഉച്ച സമയത്താണ് ഇവിടെ എത്തി. എന്നിട്ടും ഒരു രാവിലത്തെ ഒരു അന്തരീക്ഷമല്ലേ, മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ സൂര്യ വെളിച്ചൊക്കെ ഇറങ്ങുന്ന ഒരു
നല്ലൊരു തണുപ്പുള്ളൊരു അന്തരീക്ഷം കണ്ടില്ല. ഇതൊക്കെ കൂപ്പിൽ ലേലം ചെയ്ത് പോകാനുള്ള തേക്കുന്നടിയിൽ സ്റ്റേക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾക്ക് നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടോയ്ലറ്റ് സൗകര്യം, ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. എന്തായാലും പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവർ പറയും പോലെ നമ്മൾ ചെയ്താൽ കാടാണ്, അത് സംരക്ഷിക്കണം. അപ്പോൾ കുറേ നടന്നൊക്കെ ക്ഷീണിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ പഴയ കാലത്തെ സിനിമകളിലൊക്കെ കാണുന്ന ഒരു ലോറിയില്ലേ, നമ്മൾ കൂപ്പിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സീന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ 60 വർഷത്തെ ആ ഒരു കട്ടിങ് നടക്കുകയാണെന്ന് പറഞ്ഞത് തേക്കിൻ്റെ കൂപ്പിന്ന്. അപ്പോൾ ആ ഒരു ഫുൾ ലോഡായിട്ടൊരു വണ്ടി വരുന്നു. അപ്പോൾ അതൊരു കാഴ്ചയാണ്. അതൊരു കൂപ്പിന്ന് കട്ട് ചെയ്ത് ഒരു സ്റ്റോക്ക് ചെയ്യാൻ ലേലം പിടിക്കാനുള്ളതായിരിക്കും. ആ ഒരു കാഴ്ച കൂടി കണ്ട് നമ്മൾ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മളെ റെയിൻ ഫോറസ്റ്റ്, നെടുങ്കയം റെയിൻ ഫോറസ്റ്റ്, കരിമ്പുഴ സാങ്ച്വറി ഒക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പിസോഡ് 2 ആയിട്ടായിരിക്കും മിക്കവാറും കാണുക. എപ്പിസോഡ് 1 നമ്മളെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കണ്ടു നോക്കേണ്ടി. ഇനി നമുക്ക് 2-3 എപ്പിസോഡ്സ് കൂടി വരാനുണ്ട് നിലമ്പൂർ. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നതിന് ആഢ്യംപാറ വെള്ളച്ചാട്ടത്തിലേക്കാണെന്നാണ് പ്ലാൻ ചെയ്തത്. നോക്കട്ടെ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.